ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ വീട്ടിലെ നമ്മുടെ പാത്രം കഴുകുന്ന സിങ്കിൽ നമ്മൾ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ കരുതും മുകളിൽ നിന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടവൊക്കെ തീരുമല്ലോ എന്ന്. പക്ഷേ ഇതിനുള്ളിൽ ഉള്ളത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അപ്പം അത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ സിങ്ക് ബ്ലോക്കായപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഊരി എടുത്തിട്ടുള്ളതാണ്. ഇതെങ്ങനെ ഊരിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു കത്തി എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ ഈ ഒരു നട്ട് ചെറുതായിട്ട് ലൂസാക്കി കൊടുക്കുക. ലൂസാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കുറച്ചായിട്ട് നമുക്കിത് അഴിഞ്ഞ് കിട്ടും. പിന്നെ അത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു നട്ടാണ് ഇതിനുണ്ടാവുക. ഇതിന് സെൻറ്ററൊക്കെ കണ്ടില്ലേ, അടഞ്ഞു കിടക്കുന്ന ഇതൊരു ഹോൾ നട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലേറ്റ് എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാ ഈ അവസ്ഥയിലാണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി, ഇതിനോട് അഴിച്ച് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അപ്പം ഇത് അഴിച്ച് ക്ലീൻ ചെയ്യാനാണ് നമുക്ക് ഏറ്റവും നല്ലത് കേട്ടോ. നമുക്ക് മറ്റേത് കുത്തി നമ്മൾ എവിടെയൊക്കെ കുത്തുമെന്നുള്ളത് പറയാൻ പറ്റില്ല. പെട്ടെന്ന് വാഷ് ബേസ് നമ്മൾ ഈ ഒരു സാധനം നമുക്ക് ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കഴിച്ച് ഇതാക്കുന്നതാണ് നന്നാവുക. ഇതിപ്പോൾ കണ്ടോ, ട്രക്ക് ഇതാണ്, ഇത് കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താക്കുകയാണ്, ഇതിവിടെ കണ്ട് കൊട്ടുകയാണ്. അപ്പം ഇത് അത്രയും ഇവിടെ കിടക്കുന്നു. ഇത്രയും ഇവിടെ കിടക്കുന്നത്. അപ്പം ഇതിങ്ങനെ കാര്യമായിട്ട് ഇതിൽ നാരുകളാണ് കുടുങ്ങുന്നത്. അപ്പം ആ നാരുകൾ കുടുങ്ങുമ്പോൾ പിന്നെ നമ്മൾ കഴിക്കുന്നതൊക്കെ ഇവിടെ തങ്ങിക്കിടക്കും. അതാണ് ഇതിൻ്റെ മെയിൻ റീസൺ വരുന്നത്. നമുക്കിനി ഇതൊന്ന് വാഷൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. വാഷ് ചെയ്തെടുത്തിട്ട് കാണാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. ഇതിനുള്ള എന്തോ കൂറ അങ്ങനെന്തോ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കാരക്കുരുവോ അങ്ങനെന്തോ ആണെന്ന് തോന്നുന്നു. നോക്കി നോക്കാം ഗായ്സ്. അപ്പം ഞാനിത് ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗം ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഞാൻ ഇത് കൊട്ടിയപ്പം ഇതിൻ്റെ സൈഡ് പൊട്ടിപ്പോയി. എന്തായാലും നമുക്ക് അതിനുള്ളിലുള്ളതെന്തോ കാരക്കേൻ്റെ കുരു അങ്ങനെന്തോ ആണ്. എന്തായാലും നമ്മൾ വാഷ് ബേസിൽ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. ഇനിയിപ്പോൾ ഈ ഒരു സാധനം പുതിയത് വാങ്ങാതെ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാനും പറ്റത്തില്ല. അതാണ് അവസ്ഥ. ഓക്കെ, അപ്പം ഇത്രയുള്ള വീഡിയോ. നമ്മളിതൊന്ന് വാഷ് ചെയ്തിട്ട് സെറ്റായിട്ട് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.